മണ്ടു അതെ വിശന്നിട്ട് വയ്യ. അതെന്താ ഭക്ഷണം ആവാത്തത്? അതെ വിശന്നിട്ട് വയ്യട്ടാ. ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ്. എന്ത് സ്പെഷ്യല്? എന്ത് സ്പെഷ്യല്? ഇത് ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവമാണ്. ഈ കുന്തം നോക്കി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് അറിയണത് വല്ലതും ഉണ്ടാക്കിക്കൂടെ? എന്തേടാ ഓർമ്മ വെച്ച കാലം മുതൽ ഈ സാമ്പാറും മോര് കൂട്ടാനും തോരനും തന്നെയല്ലേ കഴിക്കണേ? വേറെ എന്തെങ്കിലും വേണ്ടേ മനുഷ്യന്? വല്ലാത്തൊരു കഷ്ടം. കഴിഞ്ഞ ദിവസം ഇതേപോലെ എന്തോ ഒരു കുന്തം ഉണ്ടാക്കിയിട്ട് മനുഷ്യന്റെ വയറൊക്കെ ആകെ കേടുവന്നു. അതേട്ടന് ഗ്യാസ് ആയിരുന്നേ, വെറുതെ പറയണ്ട. എന്നെ വിട്. അച്ഛൻ അവിടെ വയസ്സായിട്ട് ഇരിക്കണ്ട. അച്ഛന് കൃത്യസമയത്ത് ഭക്ഷണം കൊടുത്തെന്താ കുഴപ്പം? അച്ഛന് ഇതൊക്കെയാണ് ഇഷ്ടം. ഇന്നിപ്പോ അച്ഛൻ എന്റെ അടുത്ത് എന്താ പറഞ്ഞേക്കണെന്നറിയോ? വൈകുന്നേരം കേക്ക് വേണമെന്ന്. ഇനിയിപ്പോ അതിന്റെ റെസിപ്പി ഞാൻ നോക്കണം, സാധനങ്ങളൊക്കെ മേടിക്കണം. വന്ന് വന്ന് നിനക്ക് പൊടിയരിക്കഞ്ഞിയും പപ്പടം ചൂടാനും അടക്കപ്പോ ഇന്റർനെറ്റ് നോക്കണം. വലിയ കഷ്ടമാണത്. ഏട്ടനൊന്ന് പോയേ, ആകുമ്പോ ഞാൻ വിളിക്കാം. കളറാണോ? കണ്ടു വന്നപ്പോ ഇനി ആ കുന്തൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പ കിട്ടാനാണ്? വിശന്നിട്ടാണ് അങ്ങനെ കണ്ണു മൂക്ക് കാണാൻ വയ്യ. എന്താ സിനിമ കണ്ടോണ്ടിരിക്കുക? സിനിമ കാണാൻ പറ്റില്ല. ബഫർ ചെയ്ത് നിൽക്കണം. നെറ്റ് സ്ലോ. വെറുതെ 4G 5G എന്നൊക്കെ പറഞ്ഞ് കാശ് കൊടുക്കാന്നല്ലാതെ. അത് ഈ കറണ്ടിന്റെ ബില്ല് നടക്കണം. അത് അച്ഛനല്ലേ കൊണ്ടുപോയി അടക്കാറ്. അച്ഛന് പോയി അടച്ചൂടെ അത്? ചേട്ടാ എനിക്ക് പ്രായം എത്രയായി? അച്ഛൻ എത്ര പ്രായമെന്ന് മുത്തച്ഛനോട് ചോദിക്കും. അച്ഛന്റെ പ്രായം അറിയാമെന്നാണ് കാലത്ത്. ഞാനാണ് ഈ നെറ്റും കിട്ടണില്ല, സ്ലോ ആയിട്ട് പ്രാന്തായിട്ട് ഇരിക്കേണ്ട ഇവിടെ. ചേട്ടാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തർക്കുത്തരം പറയണ എന്താ നീ? എന്താണ് അച്ഛൻ ഇപ്പൊ എന്താണ്? എനിക്ക് വയ്യാന്ന്. ഞാൻ ഇനി പുറത്തേക്ക് പോകണില്ലെന്ന്. അതുകൊണ്ടാ പറയണത്. നിന്നോട് പോയി അടയ്ക്കാനൊന്നുമല്ല, ഈ നെറ്റ് നോക്കിയിട്ട് അതിലടയ്ക്കാൻ പറയണതല്ലേ. കൊണ്ടാ ബില്ലുണ്ടാ? നീ സൈറ്റിൽ കയറണം. KSE ഇവിടെ. പിന്നെ കയറാതെ പിന്നെ അടയ്ക്കാൻ പറ്റുമോ? ATM കാർഡ് ഉണ്ടായില്ലേ? ATM കാർഡൊക്കെ ഉണ്ട്. നീ ആദ്യം പറയണത് എനിക്ക്. ഇത് ഓപ്പൺ ആകണമെന്നില്ല. ഓപ്പൺ ആക്കിയെന്നേ. അച്ഛനൊരു പണി, ആ വൈഫൈ ഓൺ ആണോ നോക്കി. അപ്പൊ ഇത് ശരിയാവില്ലേ? നെറ്റില്ലാന്ന് ഇതില്. അതില് ഓണായി കിടപ്പുണ്ടാന്ന് നോക്ക്. ഞാൻ വല്ല കംപ്ലൈന്റ് ആണെന്ന് അറിയാനാണ്. ആ ലൈറ്റ് കത്തണ്ടാന്ന് നോക്ക്. അതിനും പാടില്ലേ? ഏത് ലൈറ്റ് കത്തണം? 2 കത്തി കിടക്കുന്നുണ്ട്. അച്ഛാ മൂന്നാമത്തെ ലൈറ്റ് കത്തണ്ടാന്ന് നോക്കാൻ. മൂന്നാമത്തേത് കത്തണില്ല. അപ്പൊ നെറ്റ് കിട്ടൂല. ഇതിലടക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ പൈസ അടയ്ക്കാൻ പറ്റില്ല. ഇതില് പറ്റൂല. നെറ്റില്ലല്ല. ഞാൻ എങ്ങനെ അടക്കണ? പിന്നെ എന്തിനാണ് ഇതിനൊക്കെ പൈസ ചെലവാക്കാൻ നിക്കണത്? പൈസ അടച്ചിട്ട് എന്തായാലും ഇതിൽ വരണ്ടേ? ഞാനേ ഫോണില് ഹോട്ട്സ്പോട്ട് കിട്ടുമെന്ന് നോട്ടെ. അതിലുമില്ല. ഇത് എങ്ങനെ ജീവിക്കുന്നു സാധാരണക്കാരൻ? നെറ്റും ഒരു കുന്തോ ഇല്ല. ഞാൻ പൊളിക്കും ഞാനിതൊക്കെ. എടാ ഈ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്. ഇന്നും ഇത് കൊണ്ടുപോയി അടച്ചില്ലെങ്കിൽ അവന്മാര് വന്നിട്ട് ലൈന് കട്ട് ചെയ്യും. പിന്നെ ഇവിടെ വെട്ടം ഉണ്ടാവില്ല, വിളിച്ചോണ്ടാവില്ല. നെറ്റില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാ? ഈശ്വര അച്ഛൻ നെറ്റ് പോയി. ശരി, അപ്പൊ അമ്മടേം പോയാ? ഞാൻ നിങ്ങളുടെ ഈ മൊബൈലും ലാപ്പും എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ അടുപ്പിലിടും. അതല്ലാന്ന് ഞാൻ മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടും പോയി. ഇനിയിപ്പോ ഇത് അങ്ങനെ നിന്നും പോയി, എന്ത് ചെയ്യും? അപ്പൊ നെറ്റില്ലെങ്കിൽ ഇന്ന് ഭക്ഷണല്ലേ? ഇവിടെ ഒരു സിനിമ കണ്ട് പകുതിക്ക് നിർത്തിയൊക്കെയാണ് അച്ഛന്റെ ഭക്ഷണം. ഏട്ടൻ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇനി എന്ത് ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല. നീ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ മുളകുപൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് തക്കാളി വഴന്ന് വന്നിട്ടുണ്ടല്ലോ. ഒന്നുകിൽ ഈ ചോറ് എടുത്തിട്ട് അതിലേക്ക് ഇട്, അല്ലെങ്കിൽ വഴറ്റിയിട്ടുള്ള സാധനം ഒപ്പാട് എടുത്തിട്ട് ഈ കലത്തിലേക്ക് ഇട്. എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ പാടണ്ട് കലക്കി കൊണ്ടാ ഞാൻ എങ്ങനെയെങ്കിലും കുടിച്ചോളാം. എനിക്ക് വേണ്ട കൂതറ ഫുഡ്. സത്യോ? എന്താ കണ്ട അച്ഛൻ വിശന്നിട്ട് വിളി തുടങ്ങിയിട്ടുണ്ട്. എടി വയസ്സായ ആൾക്കാർക്കെങ്കിലും മര്യാദക്ക് കൃത്യസമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അത് ചെയ്യണ്ടേ? എന്താണ്? നെറ്റ് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച അച്ഛൻ വിശന്നിട്ടാണ് ഈ മാതിരി വിളി വിളിക്കണതെന്നാ. വിശപ്പ് പിന്നെ സഹിക്കാം, നെറ്റില്ലാതെ എനിക്ക് പറ്റൂല മോനെ. അതെ, അച്ഛനോട് ഞാൻ എന്റെ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാ നീ എനിക്കൊരു മാറ്റ ഫോൺ മേടിക്കാം. മാട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുതല്
മുത്തച്ഛനോട് ഞാൻ 100 വട്ടം പറയല്ലേ എന്റെ ബനിയൻ എടുത്ത് ചാർത്തരുത്. ഇത് കണ്ടാച്ചാണത്. ദൈവമേ, അതെ എല്ലാവർക്കും കൂടെ വിഷം വാങ്ങിച്ചു തന്നിട്ട് ഞാൻ എവിടെ കെട്ടി തൂങ്ങിച്ചാവും. എന്നെ കൂടെ ചെയ്യിക്കരുത്. ഫോൺ എന്താണ്? മോനെ സത്യ, ഞാനൊരു സ്മാർട്ട് ഫോൺ ഉണ്ടല്ല ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാശ് ഓൺ ഡെലിവറി ആണേ. അവരതായിട്ട് വരുമ്പോ കാശ് കൊടുത്തേക്കണം കേട്ടാ. എങ്ങനെ? ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന്. ഫോൺ കൊണ്ടുവരുമ്പോ പൈസ അടക്കണമെന്നാ പറയണ. അതൊക്കെ മനസ്സിലായി. ഇതൊക്കെ എന്റെ പണിയാ. ആര്? മുത്തച്ഛൻ തന്നെത്താനെ ചെയ്താണത്. ആര്? അച്ഛനോ? അതെ, ഇതൊന്ന് ശരിയാക്കി തന്നെ എന്തെങ്കിലും അച്ഛൻ ഉണ്ടാക്കാം. അമ്മ അത് ഇന്ന് ശരിയാകാൻ പോണില്ല. ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. നെറ്റ് വരുമെന്ന് ഓർക്കണ്ടാ, വേറെ പണി നോക്ക്. ഇനി ഒന്നും നോക്കാനല്ലോ, എല്ലാവരോടെ വായു മുഴുങ്ങിയിരുന്നോ. ആ മന്മേട്ടാ, ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല. അല്ല, ഒരുത്തിന് മുമ്പിലും നമ്മൾ ആത്മാഭിമാനം വിട്ട് മന്മഥൻ ജീവിച്ചിട്ടില്ല. ഇത് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് ഇത്രയും നാളെ ജീവിച്ചത്. മന്മേട്ടാ, അതെ മോനെ, നെറ്റ് ഉണ്ടടാ? നെറ്റ് പോയി കിടക്കിയതല്ല. വൈഫൈയോ? വൈഫൈ ഇല്ല, ഫോണിലും ഇല്ല. അമ്മയുടെയും പോയി, മുത്തച്ഛന്റെയും പോയി, മൊത്തം പോയി. എന്റെ ഇതിൽ നെറ്റ് കിട്ടണില്ല, വൈഫിന്റെ ഫോണിൽ നെറ്റ് ഇല്ല, ഞങ്ങളുടെ വൈഫൈയും പോയി. ഇത് അത് 1 മാസമായിട്ട് ഇത് സ്ലോ ആണ്. ഇന്നതേ മൊത്തം പോയി. അതെ, എനിക്ക് എന്റെ നിയന്ത്രണം വിട്ടു നിൽക്കണം ഞാൻ. എന്തേ? അപ്പൊ ഇന്നലെ ഫേസ്ബുക്കിനകത്ത് ഈ പൗരത്വ നിയമത്തിനെതിരെ ഒരുത്തൻ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ അവന് മര്യാദയ്ക്ക് ഒരു മറുപടി കൊടുത്തു. അപ്പൊ അവൻ എനിക്കിട്ട് ചൊറിയാൻ വന്നത്. ഞാൻ അവന് കുറച്ചുകൂടി സഭ്യമായിട്ടൊരു മറുപടി കൊടുത്തു. മറുപടി ഇല്ലാതായപ്പോ അവൻ എന്നെ തെറി പറഞ്ഞു. ഇതിനകത്ത് തെറി അയച്ച് ഞാനുണ്ടല്ലോ, എനിക്ക് പറ്റണ എല്ലാ തെറിയും കൂടെ ടൈപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് അയക്കാൻ ഇരുന്നപ്പോൾ ഈ സാധനം ഇല്ലാതായത്. ഈ നെറ്റ് പോയി. ഇതിപ്പോ എനിക്കത് അയക്കണം. എടാ, ഒന്ന് നിന്റെ ഇതിലുണ്ടോ? ഒന്നുമില്ല. എന്ത് തെറിയാ? അല്ല, ഇതുണ്ടോ കണക്ഷൻ? എന്തെങ്കിലും കണക്ഷൻ ഇല്ലാന്ന് അതല്ലേ ഈ പറയണത്. എന്താ പിന്നെ നീ വിളിക്കും? ഞാൻ അറിഞ്ഞുകൂടാത്ത ആള് എന്ത് തെറി വിളിക്കാനാണ്? എടാ, തെറി വിളിക്കാനല്ല, നെറ്റ് കിട്ടാത്ത എന്താണ് ആ കമ്പനിയിൽ വിളിക്കുന്നത്? കളിക്കുന്നവന്മാര് മനുഷ്യൻ ഓരോരോ ആവശ്യങ്ങൾ ഇതിൽ ചെയ്യാൻ വേണ്ടിട്ട് റെഡിയാക്കുമ്പോ. ഹലോ ഹലോ, ഇവിടെ ഒന്നും നെറ്റ് ഇല്ലല്ലോ ഭായ്. എന്റെ സബ്സ്ക്രൈബർ നമ്പറാ 66621120. സത്യശീലൻ, മരോട്ടിപ്പറമ്പിൽ. അങ്ങനെ പറഞ്ഞ അങ്ങനെയാണ്. ഇപ്പൊ 1 മാസമായിട്ട് സ്ലോ ആണ്. ഇന്ന് കംപ്ലീറ്റ് പോയിക്കണ്. വൈഫൈ ഇല്ല, ഫോണിലില്ല. ഇതെങ്ങനെ സാധാരണക്കാര് ജീവിക്കും? നിങ്ങൾ വരും എന്ന് പറഞ്ഞാ 1 മണിക്കൂറിനകത്ത് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൂടെ അവിടെ വന്ന് ആത്മഹത്യ ചെയ്തു. ആളുകൾ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയാണ്. ഞാൻ ഒരാളല്ലേ വിളിക്കണത്, ഞങ്ങൾ 5-10 പേര് കൂടിയിട്ടാ വിളിക്കണത്. ആ വരും എന്ന് പറഞ്ഞ എങ്ങനെ? ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടേ? കറണ്ട് കാശ് അടക്കണം, ഭക്ഷണം വെക്കണം, 100 കാര്യങ്ങളുണ്ട്. ഇത് വന്നിട്ട് പതുക്കെ പറഞ്ഞ പോരെ. ഉറക്കെ പറയണം. ശരി. ആ, അവിടെ നെറ്റില്ല, ഓഫീസിലും നെറ്റില്ല. നീ കറണ്ട് ബില്ലൊന്നും കൊണ്ടുപോയിട്ട് അടയ്ക്കോ? അച്ഛനോടല്ലേ പറഞ്ഞു, ഇവിടെ നെറ്റില്ലാതെ കൈയും കാലം തളർന്നിരിക്കയാണ്. ഒന്ന് പോയാ അച്ഛൻ ഒന്ന് നോക്കിയടാ ഒരു കാലൊന്ന് കൂട്ടി നോക്കിയടാ, ഒരു കട്ടയുടെ അംശം പോലും ഇല്ല. എടാ, കറി വെക്കാൻ എന്ത് ചെയ്യുമെന്ന്? ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനിപ്പോ തെറി പകയിലാക്കി എഴുതി വെച്ചേക്കാ. ഞാനത് എന്ത് ചെയ്യും? എനിക്ക് അവനെ വിളിക്കാണ്ടൊരു സമാധാനവും ഇല്ല. കറി എത്ര വേഗം ചെയ്യട്ടാ മോളെ, കറിയില്ലേ പറ്റൂലാട്ടാ. ഇത് ഓണാവണ്ടേ? ആ സമയാസമയത്തിന് ആ കറണ്ട് ബില്ല് കൊണ്ടുപോയി അടച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കറണ്ട് വന്നാലും ഇങ്ങനെ ഇരുട്ടത്ത് തന്നെ ഇരിപ്പുണ്ടാവുള്ളൂ. അതെന്തിനാ? നെറ്റ് ഇല്ലാതെ എന്ത് വെളിച്ചോ അച്ഛാ? അല്ല മുത്തച്ഛാ, നെറ്റ് ഇല്ലാതെ കറണ്ട് ഉണ്ടായിട്ട് എന്താ കാര്യമെന്ന്? ഒന്ന് വന്നാ മതിയായിരുന്നു. കറണ്ടാ? അല്ല, നെറ്റ്. നെറ്റൊന്നും ഇനി വരില്ല. കുരുത്തം കട്ട നെറ്റ് വരാതിരിക്കാൻ നല്ലത്. കരുനാക്ക് വിളിച്ചൊന്നും പറയില്ലേട്ടാ. ഒരു കണക്കിന് ഇത് പോയത് നന്നായി. എല്ലാരും ഒന്ന് കാണാൻ പറ്റില്ലോ മുഖാമോ. അല്ലെങ്കിൽ അച്ഛന്റെ റൂമിൽ ഇതാ മൊബൈൽ നോക്കിയിട്ട് അവിടെ ഉണ്ടാവും. ഇവന്റെ റൂമിലുണ്ടാവും. നീ ഫോണായിട്ട് അടുക്കളയിലുണ്ടാവും. ഞാൻ എന്താ ഇവിടെ കാവല് പുറത്ത്.
വല്ല പറയില്ലേ ഞാൻ. ഒരു മരവിപ്പാണ് ഇതില്ലെങ്കിലേ ഒന്നും ചെയ്യാനും തോന്നൂല, ആകെ പോവാ ദിവസം. അതെ ഇനിയിപ്പൊ ഇന്നത് വരാനൊന്നും സാധ്യതയില്ല. നീ ഒരു കാര്യം ചെയ്യും, ഭക്ഷണം എടുത്ത് നോക്കി. അതിന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ? അതെന്താ? കറണ്ട് നെറ്റില്ല, അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണ്? ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇല്ല പ്യാരി, ഞാൻ ഓൺലൈനിൽ ആ ഭക്ഷണം ഒന്ന് ഓർഡർ ചെയ്ത്. ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് നെറ്റ് വേണ്ടേന്ന്. നെറ്റ് ഇല്ലാതെ ഒരു പണിയും നടക്കൂല, അത് പറഞ്ഞാ കേൾക്കൂലല്ലോ. അതിനെ പരാഗി ഇരിക്കാണ്. ഇന്നേ പട്ടിണി കിടക്ക്. എന്റെ ദൈവമേ, വയറ് കത്തിയിട്ട് വൈകാട്ടാ. അപ്പൊ നെറ്റ് നമ്മുടെ വയറിന്റെയും കൂടിയും പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞാൽ നെറ്റില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്ന് അർത്ഥം. എവിടേക്കാ എവിടേക്കാ പോണേ? ഞാൻ ഒന്നുമില്ല, ഞാൻ ആ KSEB വരെ ഒന്ന് പോണം. എന്നാ കയറ്. അവിടേക്കാണോ? ഞാനാ വിളിക്കാം. ആണോ? കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്. കുറച്ച് ദിവസമായി. വാ. $6,500 ഉണ്ടേ. നേരത്തെ പെട്രോൾ അടിക്കാൻ വന്ന പൈസ തരാണ്ട് പോയി. 500 പോയി. എല്ലാ ആഴ്ച ഒരു 500 പോവും. എന്റെ കൈമന്ന് പോവും. CCTV ഓണാക്കേണ്ടി വരും. എന്ത് ചെയ്യും? ആ ഇതിങ്ങനെ ഓരോ ദിവസം കൂടി കൂടി വരികയെന്നല്ലാണ്ടേ കൊറേണ പരിപാടിയൊന്നുമില്ല. കാർഡ് എടുക്കൂല. കാർഡ് എടുക്കൂല. നെറ്റില്ല. നെറ്റില്ലാന്നോ? അല്ല, കാർഡ് എടുക്കൂലെന്ന് പറഞ്ഞ കാർഡേ ഉള്ളൂ. നെറ്റില്ല. എന്ത് പറ നെറ്റില്ലെന്ന് പറഞ്ഞ വേറെ പൈസ ഇല്ല. എടുക്കൂല. ഇത് എടുക്കൂല. പൈസ അഡ്ജസ്റ്റ് ആക്കിത്താ. എടുത്തുണ്ടോ? പൈസ ഉണ്ടാ? പൈസ ഉണ്ടാ? അയ്യോ പൈസ അല്ല, പൈസ ATM പോയിട്ട് എടുത്തിട്ട് വേണം. എന്റെ ഒറ്റ പൈസ ഇല്ലാന്നേ. 100 റുപ്യ ഇല്ല. ATM പോയി എടുത്തിട്ട് എന്റെ പൈസ ഇല്ല. പക്ഷേ പൈസ ഉണ്ടെങ്കിൽ തരില്ലേ? പൈസ ഇല്ല. കാർഡ് ഉള്ളപ്പോ പൈസ ആവശ്യമില്ല. ഇപ്പൊ എല്ലായിടത്തും കാർഡ് എടുക്കും. അത് കുറച്ച് കാര്യം. നമ്മളെന്ത് ചെയ്യണ്ടേ? നെറ്റില്ലാണ്ട് പൈസ കിട്ടണ്ടേ? ഇതൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് തരാം. ATM പൈസ എടുത്ത് തരാം ട്ടോ. വണ്ടിയുടെ വെച്ചേ. വണ്ടിയുടെ വെച്ചിട്ട് പോയിട്ട് വാ. പൈസ പൈസ എടുക്കണ്ടേ? അതെ, അതിന്റെ പൈസ എടുത്തിട്ട് വാ. വണ്ടിയുടെ വെച്ചേ. അതെന്താ നമ്മളെന്താ വിശ്വാസം ഇല്ലാണ്ടാണോ? ഇല്ല. അങ്ങനെ കുറെ ആള് പറ്റിച്ചു പോയിട്ടുണ്ട്. എന്റെ മോനെ, ഞാനേ എനിക്ക് എക്സ് മിലിറ്ററിയാ. എന്റെ അച്ഛൻ എക്സ് മിലിറ്ററി ആണ്. ഇതിനാട്ടും വലിയ മീശ. ഞങ്ങൾ പൈസ എടുത്തിട്ട് തരാവാ. അല്ല വണ്ടി അവിടെ വെക്കാം, അതല്ലേ. വണ്ടി സൈഡാക്കി വെച്ചേ. 100 റുപ്യ കയ്യിൽ വെക്കാതെ നാണവുമാനില്ലാതെ. എന്ത് ടീം ഇത്? 10 റുപ്യ രണ്ടായിട്ട് മാന്യം പറപ്പല വരും. ആടെ വെച്ച് നടന്നിട്ട് പോയിട്ട് വാ. എത്ര സമയമായി കയറി ഇടയിലാ കയറി. ഒരു പൈസ കിട്ടൂല ആവശ്യത്തിന്. വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ. 5-6 ATM കയറി ഇറങ്ങി ഒരു നയാ പൈസ കിട്ടണ്ടേ? പൈസ ഇല്ലേ? ഇല്ലാന്നേ. അയ്യോ, ഞങ്ങൾക്കും പൈസ വേണല്ലോ. നെറ്റില്ല. അല്ല അപ്പൊ ഈ ATM പൈസ എടുക്കാൻ നെറ്റ് വേണോ? നെറ്റ് വേണം. പിന്നെ അതെയോ? ഇപ്പൊ എന്ത് ചെയ്യും? വണ്ടി അവിടെ ഇരിക്കാണല്ലോ. എന്തൊരു കഷ്ട. ഇവന്മാര് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എത്രയാ വാങ്ങി വെക്കുന്നത് വല്ല കണക്കുണ്ടാ? മാസം മാസം ഭാര്യക്ക് നെറ്റ്, മകന് നെറ്റ്, എനിക്ക് നെറ്റ്. അതെ, ഇത് പോയി ചോദിച്ചെന്താ കുഴപ്പം നമുക്ക്? നീ വണ്ടി എടുത്തേണ്ടേ? വണ്ടി ഇരിക്കുന്നത് പെട്രോൾ പമ്പിലല്ലേ? അത് പെട്രോൾ. എന്നാ പിന്നെ ഓട്ടോറിക്ഷ എടുക്കാം.
ഓട്ടോറിക്ഷയിൽ കാശ് എവിടെ കൊടുക്കാൻ? ഒരു പൈസയും ഇല്ല കൈമ. ഒന്നും എടുക്കാണ്ട് പോന്നേ. ഈ കാർഡ് ഉണ്ടല്ലോ ഒരു 100 രൂപ എന്റെ അടുത്ത് ഒരു പൈസ ഞാൻ കാശ് എടുത്തിട്ടില്ല. എന്നാ വാ നമുക്ക് പോയി നോക്കാം. ആ നോക്ക് പോയിട്ട്. ആ ഇവിടെ ഇത് ഈ രതി നിർഭേദം. ഡാൻസ് ഈ സിനിമാറ്റിക് അങ്ങനെ പേരില്ലല്ലോ. ഈ നൃത്ത ഈ നടൻ ഈ ഡാൻസ് ഈ ഇങ്ങനെ തിരമാല. ആ ഓളം. ഈ ഓളങ്ങളിൽ സിനിമയിൽ ഓളങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഈ പുഴയും കടന്നു എത്ര നേരം ഞാൻ കാണിച്ചിരുന്നേ. റിട്ടയർഡ് ആവാനായിക്കണം. അതാണെങ്കിൽ മനസ്സിലാവത്ത. വരി എന്താ പ്രശ്നം? അല്ല എന്തത്? അതെ, ഇത് മറ്റേ GSLന്റെ ഓഫീസ്. അതെ, GSLന്റെ ഓഫീസാണ്. ഞങ്ങളൊരു കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നതാണ്. ആ പറഞ്ഞോളി. നെറ്റ് ഇല്ലല്ലോ.